നമസ്കാരം. ഏറ്റവും കൂടുതൽ ലോക്സഭാ മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലെത്തുന്ന മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം ഇന്നിറങ്ങും. 14 സംസ്ഥാനങ്ങളിൽ നിന്നായി 115 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കാണ് വിജ്ഞാപനം. ഏപ്രിൽ 23-നാണ് മൂന്നാം ഘട്ട വോട്ടെടുപ്പ്. ഏപ്രിൽ 4 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. ആസാം, ബീഹാർ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത്, ഗോവ, ജമ്മുകാശ്മീർ, കർണാടക, കേരളം, മഹാരാഷ്ട്ര, ഒഡീഷ, ഉത്തർപ്രദേശ്, പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളും ദാദ്ര ആൻഡ് ഹവേലി, ദമാൻ ആൻഡ് ദിയു എന്നീ കേന്ദ്രഭരണ പ്രദേശങ്ങളിലേക്കുമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുമാണ് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം. ഗുജറാത്ത്, കേരളം സംസ്ഥാനങ്ങളിലെ മുഴുവൻ മണ്ഡലങ്ങളും ബാക്കി സംസ്ഥാനങ്ങളിൽ നിന്നായി ഏതാനും മണ്ഡലങ്ങളിലേക്കുമാണ് മൂന്നാം ഘട്ടത്തിൽ വോട്ടെടുപ്പ്. 4-ാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. 8-ാം തീയതി വരെ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനും സമയം അനുവദിച്ചിട്ടുണ്ട്. രാഷ്ട്രീയ പാർട്ടികൾ ഇതുവരെ മൂന്നാം ഘട്ടത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ മുഴുവൻ പ്രഖ്യാപിച്ചിട്ടില്ല. വിജ്ഞാപനം പ്രാബല്യത്തിലാകുന്നതോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനവും വേഗത്തിലാകും. മഹാരാഷ്ട്രയിലെ 14 മണ്ഡലങ്ങളിൽ NCP നേതാവ് ശരത് പവാറിന്റെ മകൾ സുപ്രിയ സുലെ മത്സരിക്കുന്ന ബാരാമതി ഉൾപ്പെടുന്നു. ഉത്തർപ്രദേശിലെ 80 മണ്ഡലങ്ങളിലെ 10 സീറ്റുകളും മൂന്നാം ഘട്ടത്തിൽ ഉൾപ്പെടുന്നു. ആകെ 115 സീറ്റുകൾ. ഏപ്രിൽ 23-നാണ് വോട്ടെടുപ്പ്. ന്യൂസ് ബ്യൂറോ, ദില്ലി. 17-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക ഇന്നു മുതൽ നൽകാം. മൂന്നാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്ന കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 4-ആണ്. പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഏപ്രിൽ 5-നും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി ഏപ്രിൽ 8-ഉമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രികകൾ വരണാധികാരിയായ ജില്ലാ കളക്ടർക്കാണ് സമർപ്പിക്കേണ്ടത്. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 11-നും വൈകിട്ട് 3-നും ഇടയിലാണ് പത്രികകൾ സ്വീകരിക്കുന്നത്. ദേശീയ സംസ്ഥാന പാർട്ടികളുടെ സ്ഥാനാർത്ഥിക്ക് ഒരു നാമനിർദ്ദേശകൻ മതിയാവും. എന്നാൽ അംഗീകാരമില്ലാത്ത പാർട്ടികളുടെ സ്ഥാനാർത്ഥിക്കും സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും 10 നാമനിർദ്ദേശകർ വേണം. സ്ഥാനാർത്ഥിയടക്കം 5 പേരെ മാത്രമേ പത്രികാ സമർപ്പണത്തിനായി വരണാധികാരിയുടെ ഓഫീസിലേക്ക് പ്രവേശിപ്പിക്കൂ. ഒരു സ്ഥാനാർത്ഥിക്ക് പരമാവധി 4 സെറ്റ് നാമനിർദ്ദേശ പത്രികകൾ സമർപ്പിക്കാം. പത്രികയ്ക്കൊപ്പം ഫോം 26-ന്റെ സത്യവാങ്മൂലവും നൽകണം. സ്ഥാനാർത്ഥിയുടെ സ്ഥാവര ജംഗമ വസ്തുക്കൾ, വായ്പാ വിവരങ്ങൾ, സർക്കാർ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട കുടിശ്ശികയുടെ വിശദാംശങ്ങൾ തുടങ്ങിയവ ഇതിൽ രേഖപ്പെടുത്തണം. പത്രിക സമർപ്പിക്കുന്നയാളുടെ പേരിൽ ക്രിമിനൽ കേസുകൾ ഉണ്ടെങ്കിൽ അവ സംബന്ധിച്ച് FIR അടക്കമുള്ള പൂർണ്ണ വിവരങ്ങളും ഫോം 26-ൽ പരാമർശിക്കണം. 25,000 രൂപയാണ് സ്ഥാനാർത്ഥികൾ കെട്ടിവെക്കേണ്ട തുക. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെടുന്നവർ 12,500 രൂപയാണ് കെട്ടിവെക്കേണ്ടത്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തിലെ അനിശ്ചിതത്വം ഇന്ന് 6-ാം ദിവസം. തെരഞ്ഞെടുപ്പ് സമിതി യോഗം ഇന്ന് ചേരുന്നതിനാൽ 2 മണ്ഡലങ്ങളിൽ രാഹുൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് ഇന്ന് തീരുമാനമുണ്ടാകുമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ പ്രതീക്ഷ. എന്നാൽ വയനാട്ടിൽ മത്സരിക്കുന്നത് സംബന്ധിച്ച് അനുകൂല തീരുമാനം ഉണ്ടാകുമോ എന്നത് രാഹുലിന്റെ തീരുമാനത്തെ ആശ്രയിച്ചിരിക്കും. വയനാട്ടിൽ മത്സരിക്കുന്നതിൽ ആശയക്കുഴപ്പത്തിലാണ് രാഹുൽ. കേരളത്തിലെ ഇടതുപക്ഷത്തിനെതിരെ മത്സരിക്കുന്നത് നൽകുന്നത് തെറ്റായ സന്ദേശമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ CPM പ്രകടന പത്രിക ഇന്ന് പുറത്തിറങ്ങും. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ സംയുക്തമായാണ് പ്രകടന പത്രിക പുറത്തിറക്കുക. ഉച്ചയ്ക്ക് 2:30-ന് ദില്ലി AKG ഭവനിലാണ് ചടങ്ങ്. പാർലമെന്റിൽ CPM അംഗബലം വർദ്ധിപ്പിക്കുക, BJPയെയും NDA ഘടകകക്ഷികളെയും തോൽപ്പിക്കുക എന്നതാണ് പാർട്ടി ലക്ഷ്യമെന്ന് കേന്ദ്ര കമ്മിറ്റി തീരുമാനമെടുത്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത്. ലോകായുക്തയായി മുൻ സുപ്രീം കോടതി ജഡ്ജിയും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാനുമായിരുന്ന ജസ്റ്റിസ് സിറിയക് ജോസഫ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാജ്ഭവനിൽ രാവിലെ 11:30-ന് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെ വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കും. ഗവർണർ ജസ്റ്റിസ് P. സദാശിവം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കും. പൊതുപ്രവർത്തകരുടെ അഴിമതിയും ദുർഭരണവും സംബന്ധിച്ചുള്ള പരാതി അന്വേഷിച്ച് നടപടി സ്വീകരിക്കുക എന്നതാണ് ലോകായുക്തയുടെ മുഖ്യ കർത്തവ്യം. 5 വർഷത്തേക്കാണ് നിയമനം. സംസ്ഥാനത്തെ ചുട്ടുപൊള്ളിച്ച് ചൂട് തുടരുന്നു. ഒരാഴ്ച കൂടി കടുത്ത ചൂട് തുടരുമെന്നാണ് മുന്നറിയിപ്പ്. എന്നാൽ നേരിയ തോതിൽ ഇന്ന് വേനൽ മഴ ചില ജില്ലകളിൽ എത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രതീക്ഷ. ചൂടിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ആരോഗ്യവകുപ്പിന്റെയും ജാഗ്രത സംസ്ഥാനത്ത് തുടരുകയാണ്. സംസ്ഥാനം ഇതുവരെ നേരിടാത്ത കൊടും ചൂടാണ് നേരിടുന്നത്. ഉയർന്ന താപനില ശരാശരിയിൽ നിന്നും 2 മുതൽ 4 ഡിഗ്രി വരെയാണ് കൂടുന്നത്. പാലക്കാടും പുനലൂരിലുമാണ് ഏറ്റവും കൂടിയ ചൂട് അനുഭവപ്പെട്ടത്. ഒരാഴ്ച കൂടി കടുത്ത ചൂട് സംസ്ഥാനത്ത് തുടരുമെന്നാണ് മുന്നറിയിപ്പ്.
എന്നാൽ ഇതിനിടയിൽ നേരിയ തോതിൽ വേനൽ മഴ സംസ്ഥാനത്തെത്തുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രതീക്ഷ. ഇല്ലാത്തപക്ഷം ചൂട് ഇനിയും ഇരട്ടിയാകും. ഇന്ന് കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ വേനൽ മഴയ്ക്ക് സാധ്യതയുള്ളതായാണ് അറിയിപ്പ്. എന്നാൽ എൽ നിനോ പ്രതിഭാസം തുടർന്നാൽ മഴയ്ക്കുള്ള സാധ്യത മങ്ങും. കഴിഞ്ഞ ദിവസം മാത്രം സംസ്ഥാനത്ത് 46 പേർക്കാണ് സൂര്യാഘാതമേറ്റത്. അതുകൊണ്ട് തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെയും ആരോഗ്യവകുപ്പിന്റെയും ജാഗ്രത സംസ്ഥാനത്ത് തുടരുകയാണ്. അൾട്രാവയലറ്റ് രശ്മികളുടെ തോത് കൂടിയതിനാൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് ആരോഗ്യവകുപ്പടക്കം നൽകിയിട്ടുള്ളത്. പകർച്ചവ്യാധികൾക്കുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഇതിനെതിരെ കൃത്യമായ രീതിയിൽ പൊതുജനം ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശങ്ങൾ പാലിക്കണമെന്നും സർക്കാർ ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ ചൂട് കൂടുന്ന പശ്ചാത്തലത്തിൽ കുടിവെള്ള ലഭ്യത ഉറപ്പാക്കാനുള്ള നടപടികളും സർക്കാർ കൈക്കൊണ്ടുവരികയാണ്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. SSLC പരീക്ഷ ഇന്ന് അവസാനിക്കും. 4,35,142 പേരാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. ഏപ്രിൽ 5-ന് മൂല്യനിർണ്ണയം ആരംഭിക്കും. 54 കേന്ദ്രീകൃത ക്യാമ്പുകളിലായി മെയ് 2 വരെ 2 ഘട്ടങ്ങളിലായാണ് മൂല്യനിർണ്ണയം. ആദ്യഘട്ട മൂല്യനിർണ്ണയം ഏപ്രിൽ 13-ന് അവസാനിക്കും. രണ്ടാം ഘട്ടം ഏപ്രിൽ 25-ന് ആരംഭിക്കും. ഏപ്രിൽ അവസാനത്തോടെയോ മെയ് ആദ്യവാരത്തോടെയോ ഫലം പ്രസിദ്ധീകരിക്കും. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയൻ വിടുന്നതുമായി ബന്ധപ്പെട്ട ബ്രെക്സിറ്റ് കരാർ വിഷയത്തിൽ പ്രധാനമന്ത്രി തെരേസ മേയിൽ നിന്ന് നിയന്ത്രണം ഏറ്റെടുത്തു. പാർലമെന്റ് വിഷയത്തിൽ ഇനി തീരുമാനമെടുക്കുന്നത് സർക്കാരല്ല, പാർലമെന്റ് ആയിരിക്കുമെന്ന പ്രമേയം 27 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് പാസായതോടെയാണ് നാടകീയ വഴിത്തിരിവ്. പ്രമേയത്തെ എതിർത്ത് 302 പേരും അനുകൂലിച്ച് 329 പേരും വോട്ട് ചെയ്തു. തീരുമാനത്തിൽ പ്രതിഷേധിച്ച് 3 മന്ത്രിമാർ രാജിവെച്ചു. കൺസർവേറ്റീവ് എംപിമാരുടെ ഔദ്യോഗിക കൂട്ടായ്മയായ 1922 സമിതിയുമായി മെയ് ഇന്ന് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. രാജി സംബന്ധിച്ച സൂചന നൽകാനാണിതെന്ന് സംശയിക്കുന്നു. ബ്രിട്ടന് അധികം പരിക്കേൽക്കാതെയുള്ള ബ്രെക്സിറ്റ് രണ്ടാം ഹിത പരിശോധനയുൾപ്പെടെ സാധ്യതകളും ഇന്ന് പാർലമെന്റിൽ വോട്ടിനിടും. ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിൽ പ്രചരണം ചൂടുപിടിക്കുന്നു. LDF സ്ഥാനാർത്ഥി എ സമ്പത്ത് 1ാം-ഘട്ട പര്യടനം ആരംഭിച്ചപ്പോൾ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന്റെ മണ്ഡലം കൺവെൻഷനുകൾക്ക് തുടക്കം കുറിച്ചു. എന്നാൽ BJP സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണ്. സഹ്യപർവ്വതം മുതൽ പടിഞ്ഞാറ് അറബിക്കടൽ വരെ നീണ്ടുകിടക്കുന്ന മണ്ഡലത്തിൽ ഓടിയെത്താനുള്ള പെടാപ്പാടിലാണ് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾ. സൂര്യന് രാഷ്ട്രീയമില്ലാത്തതിനാൽ പൊള്ളുന്ന ചൂട് എല്ലാ പാർട്ടിക്കാരെയും ഒരുമിച്ച് കടന്നാക്രമിക്കുകയാണ്. പൊള്ളുന്ന വെയിലിൽ ഇനി 25 ദിവസം പിടിച്ചു നിൽക്കണം. ഒപ്പം എതിരാളികളെ നിലംപരിശാക്കി മുന്നേറണം. സ്ഥാനാർത്ഥികൾക്ക് മുന്നിൽ വെല്ലുവിളികളേറെയാണ്. എന്നാൽ LDF ക്യാമ്പ് വലിയ ആത്മവിശ്വാസത്തിലാണ്. കഴിഞ്ഞ 10 വർഷത്തിലേറെയായി MP എന്ന നിലയിൽ താൻ നടത്തിയ പാർലമെന്ററി പ്രവർത്തനവും LDF സർക്കാരിന്റെ ഭരണമികവും തനിക്ക് തുണയാവുമെന്നാണ് ഇടത് സ്ഥാനാർത്ഥി എ സമ്പത്തിന്റെ പ്രതീക്ഷ. വളരെ കൃത്യമായി ജാഗ്രതയോടെ അവരുടെ പ്രവർത്തനങ്ങളെല്ലാം നടക്കുന്നു. അവരാണ് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുകയും തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യുന്നത്. ഞാനൊരു സ്ഥാനാർത്ഥി മാത്രമാണ്. ചുറ്റിക്കാരുവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടഭ്യർത്ഥിക്കുന്ന സ്ഥാനാർത്ഥി മാത്രമാണ്. ആകെയുള്ള 7 മണ്ഡലങ്ങളിൽ 6-ലും LDF MLA-മാരാണ്. മഹാഭൂരിപക്ഷം തദ്ദേശ സ്ഥാപനങ്ങളും കൈകാര്യം ചെയ്യുന്നത് LDF തന്നെ. പ്രചരണ പ്രവർത്തനങ്ങളിൽ LDF വൻ മുന്നേറ്റം നടത്തിക്കഴിഞ്ഞു. കോന്നിയിൽ നിന്നും മുൻ മന്ത്രി അടൂർ പ്രകാശിന്റെ രംഗത്തിറക്കിയാണ് UDF പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത്. അടൂർ പ്രകാശ് എത്തിയതോടെ UDF ക്യാമ്പ് ഒന്നുണർന്നിട്ടുണ്ട്. പണക്കൊഴുപ്പിന്റെ ധാരാളിത്തം മണ്ഡലത്തിലുടനീളം കാണാം. ഈഴവ വോട്ടുകളിൽ ഭിന്നിപ്പുണ്ടാക്കാനും നായർ വോട്ടുകൾ അധികമായി നേടാനുമാണ് അടൂർ പ്രകാശിന്റെ നീക്കം. എന്നാൽ മണ്ഡലത്തിൽ നിർണായകമായ മുസ്ലിം വോട്ടുകൾ തങ്ങൾക്ക് ലഭിക്കുമോ എന്ന കാര്യത്തിൽ UDF-ന് ഉറപ്പില്ല. എന്നാൽ താൻ തികഞ്ഞ വിജയപ്രതീക്ഷയിലാണെന്ന് അടൂർ പ്രകാശും പറയുന്നു. ഇവിടെയുള്ള പാർട്ടി പ്രവർത്തകരുടെയും UDF നേതാക്കന്മാരുടെയും ആത്മവിശ്വാസമാണ് എന്റെയും വിശ്വാസം. ആ വിശ്വാസത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് തീർച്ചയായിട്ടും ആറ്റിങ്ങൽ പാർലമെന്റ് നിയോജകമണ്ഡലം തിരിച്ചു പിടിച്ചിരിക്കും. BJP ക്യാമ്പ് പതിയെ ഉണർന്നു വരുന്നതേയുള്ളൂ. പോസ്റ്ററുകളും ചുവരെഴുത്തുകളും മറ്റ് 2 മുന്നണികളെ അപേക്ഷിച്ച് കുറവാണ്. പാലക്കാട് നിന്നും അപ്രതീക്ഷിത സ്ഥാനാർത്ഥിയായി ആറ്റിങ്ങലിലെത്തിയ BJP നേതാവ് ശോഭാ സുരേന്ദ്രൻ പക്ഷേ ആത്മവിശ്വാസത്തിലാണ്. ആചാര സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പോരാട്ടം നടത്തിയവരുടെ വ്യതയും നോവും ഏറ്റുവാങ്ങിയിട്ടുള്ള ഒരു പാർലമെന്റ് മണ്ഡലം എന്നുള്ള രീതിയിൽ ഞങ്ങൾ ആ വിഷയങ്ങളെ കൂടി ഉൾച്ചേർത്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗത്ത് നിൽക്കുന്നത്. ഇടതിന്റെ കോട്ട തകർക്കും എന്ന UDF-ന്റെ അവകാശവാദം ഫലപ്രദമാകണമെങ്കിൽ അവർ ഏറെ വിയർപ്പൊഴുക്കേണ്ടി വരും. ഇടതിന് മണ്ഡലം നിലനിർത്തേണ്ടത് അനിവാര്യതയുമാണ്. അനിവാര്യതയും അവകാശവാദവും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ജനം എന്ത് നിലപാടെടുക്കുമെന്നതാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത്. S. ജീവൻകുമാർ, തിരുവനന്തപുരം. കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാൽ കൊല്ലം നിയമസഭാ മണ്ഡലത്തിലെ കശുവണ്ടി തൊഴിലാളികളെ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. UDF സ്ഥാനാർത്ഥി
NK പ്രേമചന്ദ്രൻ ചടയമംഗലത്ത് വോട്ട് അഭ്യർത്ഥിച്ചു. BJP സ്ഥാനാർത്ഥി KV സാബു കോട്ടയം തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തു. മാലയും കണിക്കൊന്നയും കൊണ്ടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കശുവണ്ടി തൊഴിലാളികൾ KN ബാലഗോപാലിനെ സ്വീകരിച്ചതെങ്കിൽ കൊല്ലത്തും അതൊക്കെ തുടർന്നെങ്കിലും മാർക്ക് ഫാക്ടറിയിലെ തൊഴിലാളികൾ കശുമാങ്ങ നൽകി തങ്ങളുടെ പ്രിയ സ്ഥാനാർത്ഥിയെ സ്വീകരിച്ചു. കഴിഞ്ഞ UDF ഭരണകാലത്ത് തിരിഞ്ഞു നോക്കാത്തവർ ഇക്കുറി നിങ്ങൾക്ക് കിട്ടിയത് പോരല്ലോ എന്ന് പറഞ്ഞു വന്ന് വോട്ട് ചോദിച്ച് പറ്റിക്കുന്നവരെ സൂക്ഷിക്കണമെന്ന് KN ബാലഗോപാൽ പറഞ്ഞു. 5 വർഷത്തിന് മുമ്പ് വരാത്ത ആളുകൾ ഇതൊക്കെ അടച്ചു നടന്ന മിണ്ടാത്ത ആളുകൾ വന്നിട്ട് നിങ്ങൾക്ക് ഇത്ര നന്നാ പോരായിരുന്നല്ലോ, ഞങ്ങളായിരുന്നെങ്കിൽ നിങ്ങൾ അടച്ചിട്ടേക്കല്ലും ചോദിക്കണം, എന്തിനാ ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിക്കണം വെച്ചാൽ ന്യായമായ കാര്യങ്ങൾ ചോദിച്ചാൽ മതി. ഫാക്ടറി മുഴുവൻ അടച്ച് വ്യവസായം മൊത്തം തകർച്ച ആളുകൾ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് പല കാര്യങ്ങളുമായിട്ട് വരും. എന്തായാലും നമുക്ക് ഈ നാട്ടിൽ ജീവിച്ചേ പറ്റൂ. ഏത് ഗവൺമെന്റ് വന്നാലും ജോലി ചെയ്യാതെ പൈസ വേണമെന്ന് നിങ്ങളാരും പറയുന്നില്ല. നമുക്ക് ജോലി കിട്ടണം, ന്യായമായ കൂലി കിട്ടണം, നമ്മളും അതേ പറയുന്നുള്ളൂ. അല്ലാതെ ആരുടെ അക്കൗണ്ടിൽ വെറുതെ പൈസ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കേണ്ട കാര്യമൊന്നുമില്ല, ആരും തരാൻ പറ്റത്തില്ല. പക്ഷെ ആ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഇടതുപക്ഷം വേണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. ഇവിടെ ഞാനിത് പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് ഓരോ മേഖലയിലും ഞങ്ങൾ പ്രവർത്തിക്കുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പറഞ്ഞത്. കശുവണ്ടി മേഖലയിലെ കാര്യങ്ങളിലൂടെ പറഞ്ഞതേ ഉള്ളൂ. പക്ഷെ പലർക്കും ചെല്ലുമ്പോൾ നുണപ്രചരണങ്ങളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. BJPയും കോൺഗ്രസും ഒരുമിച്ച് ചേർന്നാണ് ഇടതുപക്ഷത്തിനെതിരെ. കാര്യം രണ്ടുപേർക്കും വിരോധമാണല്ലോ, ഇവർ തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ഉണ്ടല്ലോ. വലതുമുന്നണി സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ചടയമംഗലത്താണ് ഇന്ന് വോട്ട് അഭ്യർത്ഥിച്ചത്. BJP സ്ഥാനാർത്ഥി KV സാബു കൊല്ലത്ത് തെരഞ്ഞെടുപ്പ് കൺവെൻഷനിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കൊല്ലത്ത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി KN ബാലഗോപാലിന് പിന്തുണ നൽകി ഇടതു വിദ്യാർത്ഥികൾ നടത്തിയ കൺവെൻഷൻ അപകടത്തിൽപ്പെട്ട് ചികിത്സ നിഷേധിക്കപ്പെട്ട് മരിച്ച മുരുകന്റെ ഭാര്യ മുരുകമ്മാൾ ഉദ്ഘാടനം ചെയ്തു. SFI വീട് വെച്ച് നൽകുന്ന ദിവ്യമോൾ തന്റെ ശമ്പളത്തിൽ ഒരു വിഹിതം തെരഞ്ഞെടുപ്പ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്തു. മുരുകമ്മയും മക്കൾ ഗോകുലും രാഹുലും ബന്ധുക്കൾക്കൊപ്പം എത്തിയാണ് തങ്ങളെ മുഖ്യമന്ത്രിയുടെ പക്കലെത്തിച്ച സാമ്പത്തിക സഹായം ലഭ്യമാക്കാൻ സഹായിച്ച KN ബാലഗോപാലിന് പൂമാല ചാർത്തി കൺവെൻഷനിലും CPIM ഓഫീസിലും വെച്ച് പിന്തുണയും ആശംസയും നേർന്നത്. உங்களது பொன்னான வாக்குகளை பாலகோபாலன் சார் அவர்களுக்கு அளித்து அவர்களை வெற்றி பெற செய்யுமாறு தாழ்மையுடன் கேட்டுக்கொள்கிறேன். MAK 2ാം റാങ്കുകാരിയായിരുന്ന ദിവ്യമോൾക്ക് SFI വെച്ച് നൽകുന്ന വീടിന്റെ തറക്കല്ലിടുകയും ജോലി വാങ്ങി നൽകുകയും ചെയ്ത KN ബാലഗോപാലിന് ദിവ്യമോളും പിന്തുണ പ്രഖ്യാപിച്ച് കൺവെൻഷനിൽ പങ്കെടുത്തു. പേഴ്സണലായിട്ടൊരു ഒപ്പീനിയനിൽ നമ്മുടെ കാര്യങ്ങൾ സാഹചര്യങ്ങൾ കൂടുതൽ തിരക്കി അറിയാനും അതിലൊരു പരിഹാരം കണ്ടെത്താനും ഒക്കെ തോന്നിയെന്ന് പറഞ്ഞാൽ നമ്മുടെ സാറിനും പിന്നെ SFIയുടെ നേതാക്കൾക്കും മാത്രമേ ഉള്ളൂ. വേറെ ഒരാൾക്കും നമ്മുടെ സാഹചര്യങ്ങളിൽ ഇറങ്ങി കൂടുതൽ എന്താണെന്ന് കണ്ടെത്താൻ ആർക്കും തോന്നിയിട്ടില്ല. എൻ്റെ ഒരു ഒപ്പീനിയൻ നമുക്ക് എന്താണ് ഏറ്റവും കൂടുതൽ സഹായങ്ങൾ ചെയ്യുന്നത് ബാലഗോപാൽ സാർ തന്നെയാണ്. അപ്പൊ സാറിന് എന്താണ് എല്ലാവരും വോട്ട് ചെയ്ത് ചെയ്യിപ്പിക്കുക, അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മുദ്രാവാക്യം മുഴക്കിയാണ് തങ്ങളുടെ മുൻ നേതാവിനെ വിദ്യാർത്ഥികൾ കൺവെൻഷനിൽ സ്വീകരിച്ചത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പര്യടനം പൂർത്തിയാവുമ്പോൾ മികച്ച വിജയപ്രതീക്ഷയിലാണ് വീണ ജോർജ്. മണ്ഡലത്തിന്റെ വികസനമാണ് തന്റെ ലക്ഷ്യമെന്നും വികസനത്തിനെ മുൻനിർത്തിയാണ് ഇടതുമുന്നണി ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെന്നും വീണ ജോർജ് പീപ്പിൾ TVയോട് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് ചിത്രം പൂർണ്ണമായതോടെ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിലും മത്സരത്തിന് ചൂടേറുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. മണ്ഡലത്തിലെ പ്രവർത്തനങ്ങളിലെല്ലാം തന്നെ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ വീണ ജോർജ് മുന്നിലാണ്. ഇപ്പോൾ വീണ ജോർജ് തന്നെ നമ്മോടൊപ്പം ചേരുന്നു. എന്ത് പറയുന്നു ഈ അവസരത്തിൽ? ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ചരിത്ര വിജയം സൃഷ്ടിക്കും. ഈ തെരഞ്ഞെടുപ്പ് അതിനു വേണ്ടിയിട്ടുള്ളതാണ്. നമ്മുടെ മണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം, ജനങ്ങളുടെ ആവശ്യം മണ്ഡലത്തിൽ വികസനം ഉണ്ടാകണമെന്നുള്ളതാണ്. ഏത് മേഖല എടുത്തു നോക്കി, ഇപ്പോൾ അടിസ്ഥാന സൗകര്യ വികസന മേഖല, അല്ലെങ്കിൽ നമ്മുടെ ചെറുപ്പക്കാർക്കുള്ള തൊഴിൽ സംരംഭങ്ങൾ, തൊഴിലവസരങ്ങൾ, അല്ലെങ്കിൽ കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ. ഇവിടെ ആളുകൾക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനൊരു റെയിൽവേ ടിക്കറ്റ് റിസർവേഷൻ കൗണ്ടർ ഇല്ല. അപ്പോൾ അങ്ങനെ ജനങ്ങളുടെ ഒട്ടേറെ ആവശ്യങ്ങൾ. ഇപ്പോൾ തിരുവല്ല നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ രാജ്യാന്തര നിലവാരത്തിൽ ഉണ്ടാകേണ്ട ഉയർത്തപ്പെടേണ്ട റെയിൽവേ സ്റ്റേഷനാണ്. പക്ഷേ ഒരു മേൽക്കൂര പോലുമില്ല. മഴ നനഞ്ഞാൽ അവിടെ നിൽക്കാൻ കഴിയില്ല. ഇങ്ങനെയുള്ള വളരെ പരിതാപകരമായിട്ടുള്ള സാഹചര്യമാണ് അടിസ്ഥാന മേഖലയിൽ, അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് നമ്മുടെ മണ്ഡലത്തിലുള്ളത്. അതിനൊരു മാറ്റം നിശ്ചയമായിട്ടും ഉണ്ടാകണം. കേന്ദ്രത്തിൻ്റെ ഇടപെടൽ ഉണ്ടാകേണ്ട, കേന്ദ്ര ഫണ്ട് കൊണ്ടുവരേണ്ട എല്ലാ കാര്യങ്ങളിലും അത് കണ്ടെത്തി കൊണ്ടുവന്ന് ഇവിടെ വികസന പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളത്. കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ, കർഷകർ നേരിടുന്ന പ്രശ്നങ്ങളിൽ അത് കൃത്യമായി അഡ്രസ്സ് ചെയ്യപ്പെടുന്നില്ല. അപ്പോൾ അത് അഡ്രസ്സ് ചെയ്യുക, അതിന് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകേണ്ട ഇടപെടൽ. ഇപ്പോൾ ഈ 3 വർഷമായി സംസ്ഥാന സർക്കാർ ചെയ്യാവുന്ന രീതിയിലല്ല. ഇപ്പം നെൽകൃഷി നമ്മൾ വ്യാപകമാക്കി. എത്ര 35,000 40,000
ഹെക്ടർ തരിശുപാടത്താണ് നമ്മൾ കൃഷി ഇറക്കിയത്. ആറന്മുള മണ്ഡലത്തിൽ മാത്രം 2500 അതിലധികം ഏക്കർ സ്ഥലത്ത് കൃഷി ഇറങ്ങി പ്രാദേശിക ബ്രാൻഡുകളിൽ നമ്മൾ അരി ഉൽപ്പാദിപ്പിച്ചു. അപ്പോൾ അങ്ങനെ കൃഷിയിലേക്ക് ജനങ്ങൾ മടങ്ങുന്ന ഒരു ആവേശകരമായ അനുഭവമുണ്ട്. പക്ഷേ കേന്ദ്രത്തിൻ്റെ ഒരു പിന്തുണയും നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളത്. അത് ഉണ്ടാകണം, അതിൽ ഇടപെടൽ ഉണ്ടാകണം, അതിന് പരിഹാരം ഉണ്ടാകണം. അതിനുവേണ്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പ്രതിജ്ഞാബദ്ധമാണ്. റബ്ബർ ഈ തകർത്തെറിഞ്ഞത് കോൺഗ്രസ് ആണെങ്കിൽ ഇപ്പോൾ BJP അതേ നയമാണ് പിന്തുടരുന്നത്. അപ്പോൾ ഈ റബ്ബർ കർഷകരുടെ ശബ്ദം അവിടെ ഉണ്ടാകണം. ഞങ്ങൾക്കിതാണ് ആവശ്യം, ഞങ്ങളുടെ ആവശ്യം ഇതാണ്, ഇതുണ്ടാകണം. അല്ലാതൊരു പ്രകടനം നടത്തി പോവുകയല്ല, അതിലൊരു കൃത്യമായ ഒരു പ്രശ്ന പരിഹാരം ഉണ്ടാകണം ഇനിയെങ്കിലും. അപ്പോൾ ഇങ്ങനെയുള്ള വിഷയങ്ങളിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇറങ്ങി ചെല്ലുന്നത്. അത് നിശ്ചയമായിട്ടും അടുത്ത 5 വർഷം ഈ മണ്ഡലത്തിലെ ജനങ്ങൾക്കൊപ്പം അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തിക്കും. അതിനു വേണ്ടിയിട്ടുള്ള വോട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അഭ്യർത്ഥിക്കുന്നത്. വലിയ പിന്തുണ എല്ലാ ജനവിഭാഗങ്ങളിൽ നിന്നും നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. വളരെ നന്ദി, എല്ലാവിധ വിജയാശംസകളും. ഈ തെരഞ്ഞെടുപ്പിൽ പത്തനംതിട്ട പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്നും നല്ലൊരു വിജയം നേടുമെന്ന് തന്നെയാണ് വീണ ജോർജ് വ്യക്തമാക്കിയിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്നും ഗീവർഗീസ് തോമസ്. വിവിപാറ്റ് മെഷീനാണ് ഇപ്പോഴത്തെ താരം. എന്തിനേറെ പറയണം, കോടതി വരെ കയറിയിരിക്കുകയാണ് ഈ മഹാൻ. അറിയാം എന്താണ് വിവിപാറ്റ് എന്ന്. 2019 പാർലമെന്റ് ഇലക്ഷന്റെ ഏറ്റവും വലിയ പ്രത്യേകത വിവിപാറ്റ് മെഷീനാണ്. ഈ മെഷീന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം നമുക്ക് നേരിൽ കണ്ടറിയാം. ഇത് കൺട്രോൾ യൂണിറ്റ് എന്ന് പറയും, ഇത് ബാലറ്റ് യൂണിറ്റ്. പണ്ട് കാലങ്ങളിൽ ഈ കൺട്രോൾ യൂണിറ്റും ബാലറ്റ് യൂണിറ്റും മാത്രമേ ഉള്ളൂ നമുക്ക് വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ ഉണ്ടായിരുന്നുള്ളൂ. പുതുതായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ വിവിപാറ്റ് എന്നൊരു സംവിധാനം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നു ഈ വിവിപാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വോട്ടർ വന്ന് ബൂത്തിൽ വന്ന് വോട്ട് ചെയ്യുമ്പോൾ ആ വോട്ടർക്ക് ഈ വോട്ട് ആ സ്ഥാനാർത്ഥി ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തത് എന്നുള്ളത് ഇതിനകത്തൊരു പേപ്പർ പ്രിൻറ്റിംഗ് ഉണ്ട്. അത് 7 സെക്കൻഡിനകം ഏത് സ്ഥാനാർത്ഥിക്കാണ് വോട്ട് ചെയ്തതെന്നുള്ളത് ഈ മെഷീനിൽ നമുക്ക് കാണാൻ പറ്റും. അതായത് ഫസ്റ്റ് പ്രിസൈഡിംഗ് ഓഫീസർ ഇവിടെ ഇരിക്കുന്ന കൺട്രോൾ യൂണിറ്റ് ബാലറ്റ് യൂണിറ്റിൽ ഈ ബട്ടൺ ഞെക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു ബിസി ലാമ്പ് തെളിയും, അതിനോടൊപ്പം തന്നെ ഇവിടെ റെഡി ലാമ്പ് തെളിയും. ഇത് സജ്ജമായിരിക്കുന്നതാണ്. സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങൾ ഡെമോ ആയിട്ടാണ് ഇത് വെച്ചിരിക്കുന്നത്. ആ കൂട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളുടെ ചിഹ്നവും നമ്മൾ ഡെമോ വെച്ചിട്ടുണ്ട്, നോട്ട ഉൾപ്പെടെ. ഇപ്രാവശ്യത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഫോട്ടോ സഹിതമാണ് വരുന്നത്. ഏത് സ്ഥാനാർത്ഥികളുടെ അവർ ഫോട്ടോ സഹിതമാണ് വരുന്നത്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു ബട്ടൺ നമ്മൾ ഞെക്കുമ്പോഴത്തേക്ക് ഈ ബിസി ലാമ്പ് തെളിയുന്നതോടൊപ്പം റെഡി ലാമ്പ് തെളിഞ്ഞ് വോട്ടിങ്ങിന് സജ്ജമായിട്ടിരിക്കുകയാണ് സംഭവം ഇപ്പോൾ. ഇപ്പോൾ ഏതെങ്കിലും ഒരു ബട്ടൺ നമ്മൾ ഞെക്കുമ്പോഴത്തേക്ക് ആ ബട്ടൻ്റെ അവിടെ ഈ ഒരു ആരോ മാർക്ക് റെഡ് തെളിയും. അക്കൂട്ടത്തിൽ തന്നെ ഇവിടെ ആർക്കാണ് വോട്ട് ചെയ്തത് എന്നുള്ളത് അവിടെ വരുന്നതായിരിക്കും. ജനാധിപത്യത്തിന് വിപുലമായ ജനപങ്കാളിത്തം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംവിധാനം ഒരുക്കിയിട്ടുള്ളത്. ക്യാമറാമാൻ സാംജിത് ആർപ്പുക്കരോടൊപ്പം TP പ്രശാന്ത്, കോട്ടയം.